2026 തുടക്കത്തിൽ തന്നെ വേൾഡ് വാർ 3 തുടങ്ങാനുള്ള സാധ്യത വളരെയധികം കൂട്ടിയിരിക്കുകയാണ്. ഇതിന് പ്രധാനമായിട്ടും പങ്കുവഹിച്ചിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ്. മറ്റൊന്നും തന്നെയല്ല. റീസെന്റ് ആയിട്ട് വെനിൻസുല ആക്രമിച്ച് കീഴടക്കി അവിടുത്തെ പ്രസിഡന്റിനെയും അറസ്റ്റ് ചെയ്തു. ഇപ്പൊ രണ്ടാമതായിട്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഗ്രീൻലാൻഡിനെ അവർ ആക്രമിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പിടിച്ചടക്കാൻ പോകുകയെന്നാണ്. പക്ഷേ ഇതിനെതിരെ നാറ്റോ അംഗങ്ങൾ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അവർ ട്രംപിനോട് പറഞ്ഞത് നിങ്ങൾ ഗ്രീൻലാൻഡിനെ ആക്രമിച്ച് കീഴടക്കാനാണ് പോകുന്നത് എങ്കിൽ ഒരിക്കലും നാറ്റോ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല, അത് പിരിച്ചുവിടാൻ പോകുന്നു എന്നാണ് നാറ്റോ അംഗങ്ങളായ പല രാജ്യങ്ങളും പറയുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളത് വേറെ വലിയൊരു ഇൻസിഡന്റ് ആണ്. തൊട്ട് കളിച്ചിരിക്കുന്നത് റഷ്യയാണ്, മറ്റൊന്നും തന്നെയല്ല. സ്കോട്ട്ലാൻഡിന്റെയും ഫിൻലാൻഡിന്റെയും കടലിടുക്കിൽ വെച്ചിട്ട് നമ്മുടെ റഷ്യൻ പതാകയുള്ള ഒരു കപ്പൽ അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതും ലോകത്തിലെ ഏറ്റവും ശക്തനായ പ്രസിഡന്റുള്ള റഷ്യയാണ്. അമേരിക്കയ്ക്കും ട്രംപിനും എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ തന്നെ കണ്ടറിയണം. ലോകത്തെ മൊത്തവും ഇത് ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ലോകത്തിന്റെ പോക്ക് വളരെ വേഗത്തിലാക്കിയിരിക്കുകയാണ്. ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേരെ. എന്തായിരിക്കും പുടിനും ട്രംപും ഇപ്പോൾ ചിന്തിക്കുന്നത്? അപ്പോൾ അതുപോലെ ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റുകളായിട്ട് നമ്മുടെ പേജ് ജസ്റ്റ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചേരെ. അപ്പോൾ അടുത്ത കണ്ടന്റ് വരുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത്. ബൈ.